ഹായ് എവരി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇതൊരു ഫ്രൈഡേ ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഞാൻ വൈകുന്നേരം ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ചായയൊക്കെ ഉണ്ടാക്കി. പിന്നെ കുറച്ച് കായ വറുത്തതും അവലോസുണ്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി കൂട്ടിയിട്ട് ഞാനും അനുപേട്ടനും പാച്ചും ചായയൊക്കെ കുടിച്ചു. പിന്നെ അതിന് ശേഷം കുറച്ച് നേരം ടി വിയെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ രാത്രിയിലത്തേക്ക് ഫുഡിനായിട്ട് കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കനകത്തോട്ട് എടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ചിക്കൻ മസാല, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതെല്ലാനും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ അതിനകത്തോട്ട് ഒരു ചെറിയൊരു കഷ്ണം ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞൊഴിച്ചിട്ട് ഈ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. പിന്നെ ഒരു പാനിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ചിക്കൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചിക്കൻ ചെറിയൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തു. അപ്പോഴേക്കും ഞാൻ കുറച്ച് പരിപ്പ് കുക്കറിൽ വേവിച്ചിട്ടുണ്ടായിരുന്നു. അതേ കുക്കറിൽ തന്നെ എല്ലാ പച്ചക്കറി കഷ്ണങ്ങളും ഇട്ടിട്ട് ഒരു വിസിലടുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാമ്പാറിനകത്തോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു. പിന്നെ നമ്മുടെ ഉണക്കമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൗഡർ, പിന്നെ മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ആ മസാലയും കൂടി ചൂടാക്കിയിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറി കഷ്ണങ്ങളിനകത്തോട്ട് ഇട്ടു. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടപ്പോഴേക്കും അവിടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് ഞാൻ കുറച്ച് കായവും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ അവിടെ ചിക്കൻ ഫ്രൈയും റെഡിയായി. അപ്പോൾ രാവിലത്തെ ചോറ് ഇരിപ്പുണ്ടായിരുന്നു. ചോറ് ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറിനകത്തോട്ട് നമ്മുടെ ഈ ചൂട് സാമ്പാർ ഒഴിച്ചു. പിന്നെ ഇത് ചിക്കൻ വറുത്തതും കൂടി ആയപ്പോഴേക്കും സംഭവം കുശാൽ. പിന്നെ ഇവിടെ എല്ലാവർക്കും ചോറ് ഇറങ്ങണമെങ്കിൽ സൈഡിൽ എന്തെങ്കിലും വറുത്ത സാധനങ്ങൾ വേണം. അപ്പോൾ ഇന്നിപ്പോൾ ചിക്കൻ ഉണ്ടല്ലോ. പിന്നെ ഈ സാമ്പാർ ഫ്രൈഡേ ഈവനിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലുള്ളൊരു ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറ്റർഡേ അവധിയാണല്ലോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.